കോഴിക്കോട് നഗരത്തിലെ കലാ-സാംസ്കാരിക പരിപാടികളുടെ പ്രധാന വേദിയായിരുന്ന ടാഗോർ ഹാൾ നവീകരണമുണ്ട്. പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള കരാറിന് കോർപ്പറേഷൻ അനുമതി നൽകി. കോഴിക്കോട് നഗരത്തിൽ കലാ-സാംസ്കാരിക പരിപാടികളുടെ പ്രധാന വേദിയായിരുന്നു ടാഗോർ ഹാൾ. ടാഗോർ ഹാളിന്റെ നവീകരണം ഉടൻ നടപ്പിലാകും എന്നതാണ് പുതിയ വാർത്ത. പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള കരാറിന് കോഴിക്കോട് കോർപ്പറേഷൻ അനുമതി നൽകി കഴിഞ്ഞു. 1.5 വർഷമായി ഹാൾ അടച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ കെട്ടിടം പൊളിക്കുവാൻ തീരുമാനിച്ചെങ്കിലും പ്രവൃത്തി അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. കെട്ടിടം പൊളിക്കാൻ 7.5 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ച KPM ഓൾഡ് അയൺ ട്രേഡേഴ്സിനാണ് അനുമതി. കഴിഞ്ഞ മാസം 20-നാണ് 35 പേർ പങ്കെടുത്ത ലേലം നടന്നത്. ലേലത്തുകയുടെ 25% കരാറുകാർ കെട്ടിവെച്ചതിനെ തുടർന്നാണ് കോർപ്പറേഷൻ അനുമതി നൽകിയത്. നവീകരണത്തിനായി 55 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കോംപ്ലക്സ് മാതൃകയിലാണ് പുതിയ കെട്ടിടം പണിയുക. തിയേറ്ററും സാംസ്കാരിക പരിപാടികൾക്കും ഇടങ്ങളും ഉണ്ടാകും. തകർച്ച നേരിടുന്നതിനെ തുടർന്നാണ് 1.5 വർഷം മുമ്പ് ഹാൾ അടച്ചുപൂട്ടിയത്. മതിയായ വൈദ്യുതി വിതരണ സംവിധാനമില്ലാത്തതിനാൽ AC ഹാളിലെത്തുന്നവർ വിയർത്തൊഴുകുന്ന അവസ്ഥയായിരുന്നു. കസേരകൾ പൊളിഞ്ഞു. ഹാളിലെ അലങ്കാര വിളക്കുകളും പാനലുകളും ഇളകി വീണു. ഇലക്ട്രിക്കൽ പ്രശ്നം രൂക്ഷമായി ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് 2022-ൽ ഹാളിൽ പരിപാടി നടത്തുന്നത് ഒഴിവാക്കിയത്. തുടർന്ന് ടാഗോർ ഹാൾ ഉൾപ്പെടെ കോർപ്പറേഷൻ കെട്ടിടങ്ങൾ പൊളിച്ചു പണിയാൻ 2023 ജനുവരിയിൽ കൗൺസിൽ യോഗം തീരുമാനിക്കുകയും ചെയ്തു. ടാഗോർ ഹാളും ടൗൺ ഹാളും അടച്ചതോടെ നഗരത്തിൽ ഹാളുകളില്ലാത്ത അവസ്ഥയാണ്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ പൊതുപരിപാടികൾ നടന്നിരുന്നത് ഇവിടങ്ങളിലാണ്. ഇതിന് പരിഹാരമായി ടാഗോർ ഹാൾ വളപ്പിൽ പന്തൽ സംവിധാനമൊരുക്കുന്ന കാര്യവും കോർപ്പറേഷന്റെ പരിഗണനയിൽ ഉണ്ട്. ടൗൺ ഹാളിന് ബദലായി ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. അതേസമയം ടൗൺ ഹാൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.